My dear students, I hope you will enjoy this class. Today we are going to study about the romantic heroes and heroines of Victorian period. എന്ന് വെച്ച് നിങ്ങളാരും റൊമാൻസിലേക്ക് വഴുതി വീഴരുത് മക്കളെ. നിങ്ങൾ കർത്താവിന്റെ മണവാട്ടിമാരാവേണ്ടവരാണ്. കർത്താവിനോട് മാത്രമായിരിക്കണം നിങ്ങളുടെ റൊമാൻസ്. Let us come to the subject. What is romance? Anybody can answer me? Romance na காதல். ஓஹோ, அப்படியா? அது எனக்கு தெரியாதே. நான் கேட்டதுக்கு பதில் சொல்லு. What is romance? Romance is the ultra-fine feeling of feelings. We just can't explain the meaning and feeling of love. Romance is the divine aroma of the heart. And romance is the heartbeat of men and women. Romance is the universe. Romance is the air. Romance is the earth. The blood. The flesh. Here. Stop it. But stop illa. It is the red wine of a girl's beautiful lip and sweet honey of her words. Oh, what a feeling. Yeah. Isn't it, Miss Anna? I love you, Anna. ഉഴുന്നുവട, പരിപ്പുവട, ബജി, ചാക്കോബാർ. What a nuisance. എന്താണോ ചന്തയാണോ? ഒരു ചന്ത ഇവിടെ ഉള്ളപ്പോ വേറൊരു ചന്ത എന്തിനാണ്? ലേഡീസ് ഓഫ് ദി ജെന്റിൽമാൻ ആൻഡ് സ്റ്റുഡന്റ്സ് ആൻഡ് ഫാദർ. ഇതാ നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത. ഈ കോളേജിലെ ക്യാന്റീന്റെ കോൺട്രാക്ട് ഞങ്ങൾക്കാണ്. മറ്റൊരു കോളേജിലും കാണാത്ത പുതിയ രീതിയിലുള്ള സെർവിംഗ് ആണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇനി ആരും ഭക്ഷണം തേടി ക്യാന്റീനിൽ വരണമെന്നില്ല. നിങ്ങൾ ആവശ്യപ്പെടുന്ന ഭക്ഷണം ഓർഡർ അനുസരിച്ച് നിങ്ങളുടെ സീറ്റുകളിൽ എത്തുന്നതാണ്. ഫാദറിന് വിരോധമില്ലെങ്കിൽ ഞങ്ങൾ ഇതൊക്കെ സെർവ് ചെയ്തോട്ടെ. ക്ലാസ് റൂമിലാണോടോ കച്ചവടം? യെസ്, ദിസ് ഈസ് ക്ലാസ് ഡെലിവറി. മസാല ദോശ, നെയ് റോസ്റ്റ്, ചിക്കൻ ഗുലാബി, ബനാന ഗോസറീസ്, ഹൽവ മിരാണ്ട, പൂരി, മിൽക്ക് ഷേക്ക്, മനീഷ കൊയ്രാള, എവരിതിങ് ഓക്കെ. ഓ മൈ കൊരാള, ഛേ നോ, ഓ മൈ ജീസസ്, സേവ് മീ. സേമിയ ഐറ്റംസ് ഇപ്പൊ ഉണ്ടാവില്ല. ഓ, തന്റെ നെയ്ച്ചർ താനോടോ? നെയ്ച്ചോറ് ഓർഡർ അനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കും. തൽക്കാലം ഫാദർ ഈ ഐസ്ക്രീം കഴിച്ച് മൃതിയടായി, സോറി തൃപ്തിയടായി. ഓ മൈ ഫാദർ. നോട്ട് മൈ ഫാദർ, യുവർ ഫാദർ. പ്ലീസ് ഈ ഐസ്ക്രീം കഴിക്കൂ ഫാദർ, പ്ലീസ്. വെറുതെ കിട്ടുന്നില്ലേ ഫാദർ, കഴിച്ചോളൂ. വടി പിടിങ്ങ പോലെ നിൽക്കാണ്ട് കുട്ടികളുടെ ഓർഡർ എടുക്കും. ആർക്ക് ചോറ്, ആർക്ക് നെയ്ച്ചോറ്, ആർക്ക് ബിരിയാണി, ആർക്ക് ബിയർ, ബീഡി സർഡിയർ. അവന്മാരുടെ ധിക്കാരം കണ്ടില്ലേ? ക്ലാസ് റൂമിൽ കയറി കച്ചവടം നടത്തുന്നത് അടി കൊടുക്കേണ്ടതാ. ക്യാൻറ്റീൻ നടത്തുന്നവരാണെന്ന് കണ്ടാ പറയില്ല. എന്തോ ഒരു കള്ളലക്ഷണമുണ്ട്. അന്നയോട് അയാൾ എന്താ പറഞ്ഞേ? ഐ ലവ് യു എന്ന് ഞാൻ കേട്ടു. അന്നേനി സൂക്ഷിക്കണം, അല്ലെ മെഴ്സി ക്യാൻറ്റീനിലൊന്നും പോകണ്ട. ഞാൻ പ്രിൻസിപ്പലിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യാൻ പോവാ. ഏയ് അതൊന്നും ഇപ്പൊ വേണ്ട. കംപ്ലൈന്റ് ചെയ്താൽ അവർക്ക് വാശി കൂടും. നമ്മളൊക്കെ കന്യാസ്ത്രീകളാകാൻ വന്നവരാണെന്ന് അറിഞ്ഞാൽ അവരവരുടെ പാട്ടിന് പോവും. എന്റെ ഈശോയെ, ഞാൻ എന്നായി കേൾക്കുന്നേ? ഇവനൊക്കെ പഞ്ചാര അടിക്കാൻ മഠത്തിലെ പെമ്പിളരെ കിട്ടിയുള്ളൂ. മദർ നേരിട്ട് പ്രിൻസിപ്പലിന്റെ അടുത്ത് ചെന്ന് കംപ്ലൈന്റ് ചെയ്യണം. അവൻ അങ്ങനെ വിടാൻ പാടില്ല. ചാൾസ് ഒനാസിസ് ജൂനിയർ എന്നാ അയാളുടെ പേര്. എന്നാ വാങ്ങാത്തവരാണെങ്കിൽ ആയിക്കോട്ടെ. ഇതൊക്കെ ഒരുതരം മായകളാ മക്കളെ. ജൂനിയർ ഇങ്ങനാണെങ്കിൽ അവന്റെ തന്ത സീനിയർ എന്തായിരിക്കും സാധനം? എന്റെ ഈശോയെ, എന്റെ കുഞ്ഞാടുകളെ നീ കാത്തോടണം. അന്നയുടെ പുറകെ അയാൾ ഇപ്പൊ കൂടിയിരിക്കുന്നത് കണ്ടിട്ട് വലിയ പണക്കാരനാണെന്ന് തോന്നുന്നു. പണക്കാരനായോണ്ടായിരിക്കും കോളേജ് ക്യാമ്പസിൽ ഉള്ളിവടയും ചായ മിക്കാൻ നടക്കുന്നത്. അയാളാണ് മദർ കോളേജ് ക്യാന്റീൻ കോൺട്രാക്ട് എടുത്തിരിക്കുന്നത്. ഇന്ന് എല്ലാ സാധനങ്ങളും ഫ്രീ ആയിട്ടാ തന്നത്. ആരെന്ത് ഫ്രീ ആയിട്ട് തന്നാലും നിങ്ങൾ വാങ്ങൂ? ആദ്യമൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ടായിരിക്കും തരുന്നത്. ഇത് കഴിഞ്ഞിട്ട് കാര്യമായിട്ടൊരു തെരിയിൽ തരും. അന്നേരം കരഞ്ഞത് കൊണ്ടോ സൂയിസൈഡ് പോയിന്റ് പോയി ചാടി കൊണ്ടോ കാര്യമില്ല. ആ വിലക്കില്ലായിരുന്നു അവിടെ. അച്ഛന് ഏറ്റവും വലിയ പ്രശ്നം 2 ഐസ്ക്രീം കിട്ടിയപ്പോ അച്ഛനും അയാളുടെ പക്ഷത്തായി. എന്റെ ഗുരുത്തി മാതാവേ, എന്റെ തല പിളരുന്നു. എവിടെ നിങ്ങളുടെ ജപമാല? പോയി മുട്ടുകാലിൽ നിന്ന് ജപമാല ചൊല്ല്. പരീക്ഷണങ്ങളിൽ ഞങ്ങളെ അകപ്പെടുത്തരുതെന്നും ആശ കടക്കാനുള്ള കരുത്ത് തരണമെന്നും മുട്ടിപ്പായിൽ നിന്ന് പ്രാർത്ഥിക്കും. ചെല്ല്. Who ordered Japan cutlet here, students? Nobody ordered? Silence, please. It's correct, father. But my boss Charles Onassis Junior എന്നോട് പറഞ്ഞിരിക്കുന്നത് സൈലൻസ് പ്ലീസ് എന്നല്ല, സെർവ് പ്ലീസ് എന്നാണ്. ആരെന്ത് ചോദിച്ചാലും കൊടുക്കുക, ആരെന്ത് തന്നാലും മേടിക്കുക. What do you want, father? ഉഗാണ്ടൻ ബോണ്ട, ഉട്ടോപ്യൻ ഉഴുന്നുവട, കാനഡ കട്ട്ലറ്റ്, ഒരു ചൈനീസ് ചമ്മന്തി. അത് 10 മിനിറ്റിനുള്ളിൽ റെഡിയാക്കി തരാം ഫാദർ. ഗുഡ് ആഫ്റ്റർനൂൺ ഫാദേഴ്സ്, മദേഴ്സ്, സിസ്റ്റേഴ്സ് ആൻഡ് മൈ ലവേഴ്സ്. ഭക്ഷണകാര്യത്തിൽ നിങ്ങൾ പൂർണ്ണ തൃപ്തരാണെന്ന് എനിക്കറിയാം. ഷൂ പറയാനല്ല ഞാൻ തന്നെ ഇങ്ങോട്ട് വിട്ടത്. ആദ്യം മാന്യമായി സെർവ് ചെയ്യാൻ പഠിക്കണം. കീപ് ഇറ്റ് ഹിയർ. ഇതൊരു 5 സ്റ്റാർ കോളേജാക്കി മാറ്റുകയാണ് നമ്മുടെ ലക്ഷ്യം. പഠിത്ത കാര്യത്തിൽ നിങ്ങൾ വളരെ പിന്നിലാണെങ്കിലും ഭക്ഷണ കാര്യത്തിൽ നമ്മൾ പൂർണ്ണ വിജയം കൈവരിക്കുക തന്നെ ചെയ്യും. ഇതുപോലൊരു അടിയുടെ ശബ്ദം നേരത്തെ ഞാൻ കേട്ടിരുന്നു. ഫാദറിന്റെ കൈകൊണ്ട് കിട്ടുന്ന അടി അതൊരു മഹാഭാഗ്യമാണ്. എനിക്കത് കിട്ടിയില്ലെന്നോർത്ത് ഞാൻ ഖേദിക്കുന്നു. ഇവിടെ വാ പൊളിച്ചെന്ന് കണ്ട അടുക്കളയിൽ ചെന്ന് ബേസിലെല്ലാം തൂത്തെടുത്ത് ഫാദർ ഗബ്രിയലിന് ചിക്കൻ ഗുലാബി ഉണ്ടാക്കി കൊടുക്കണം. ചില്ലി കുറച്ച് വരെ ഫാദർ, ചില്ലി കുറച്ച്. ഇരിക്കുന്ന കുട്ടി ജപ്പാൻ കട്ട്ലേറ്റിന് ഓർഡർ ചെയ്തിരുന്നു.
കർത്താവിന്റെ ദാസനായ അങ്ങയുടെ മനസ്സ് കഴിഞ്ഞാൽ എനിക്കിതൊക്കെ സെർവ് ചെയ്യാമായിരുന്നു. ഞാനിതൊക്കെ സെർവ് ചെയ്തോട്ടെ ഫാദർ ഗബ്രിയേൽ അച്ചോ. എന്റെ ഹൃദയശ്വരിക്ക് വേണ്ടി ഈ ഉള്ളവന്റെ ലോല ഹൃദയം മൈദമാവിൽ മുക്കി പൊരിച്ചെടുത്ത കട്ട്ലേറ്റാ ഈ അനുരാഗ കട്ട്ലേറ്റ്. തീവ്രമായ എന്റെ പ്രേമത്തെ തിരസ്കരിക്കരുത്, എന്നെ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കരുത്. ഞാൻ കാട്ടുനാക്കാൻ നോക്കുന്നു, ഞാൻ പോവാ. ഇതിനകത്തിരുന്ന് ഫാദർ വല്ലാണ്ട് കറുത്തു. വാട്ട്സ് ദി പ്രോബ്ലം? ഇത്രയും വലിയൊരു തുക ഞാനിപ്പോ എവിടെ നിന്ന് ഉണ്ടാക്കാനാ? അയ്യോ, അങ്ങനെ പറയരുത്. എനിക്ക് അതിന് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? എല്ലാ രീതിയിലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ചിലപ്പോ ഈ പറഞ്ഞ തുക ഉടനെ ശരിയായേക്കും. എങ്ങനെയെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്യണം. അനാഥനായി വളർന്നവനാ ഞാൻ, ആരും സഹായത്തിനില്ലാത്തവനോ. എങ്കിലും പ്രതീക്ഷ കൈവിടാത്തൊരു മനസ്സുണ്ട്. ഉടനെ ഞാനും എത്തിക്കൊള്ളാം. താങ്ക് യു വെരി മച്ച്. എവിടെ അച്ഛൻ? 48. എന്നെ മറച്ചു വെച്ചുകൊണ്ടുള്ള നിന്റെ ഈ ഫോൺ വിളി നിന്നെ പരിചയപ്പെട്ട നാൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുകയാണ്. ആരോരും ഇല്ലാത്തവനാണ് നീ എന്ന് ഫോണിൽ കൂടെ പറയുന്നത് കേട്ടു. എന്താ, ഞാൻ നിന്റെ ആരുമല്ലേ? അതോ എന്നെ ആരും ആക്കാൻ കൊള്ളത്തില്ലേ? നിങ്ങളും കൂടി നഷ്ടപ്പെടരുതെന്ന് വിചാരിച്ചാ ഞാനൊന്നും പറയാഞ്ഞത്. എന്റെ പ്രശ്നങ്ങൾ അറിഞ്ഞാ ചിലപ്പോ എത്ര വലിയ സുഹൃത്തും എന്നെ കൈവിടിയും. കൈവെടിയും കാൽവെടിയും ഒക്കെ കയ്യിലിരിക്കട്ടെ, കുറച്ചൊക്കെ നിന്റെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നോക്ക്, എനിക്കുണ്ട് ഫ്ലാഷ് ബാക്കുകൾ ഏറെ. പക്ഷെ ഞാനൊന്നും ഓർക്കാൻ ശ്രമിക്കാറില്ല. കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം കൊണ്ടും കൊടുത്തും ഈ കുറയ്ക്കനാൽ ജീവിച്ചു മരിക്കുക, അത്രേ ഉള്ളൂ എന്റെ സ്വപ്നം. നിനക്കിപ്പോ ഒരു വലിയ തുക വേണം. നമുക്ക് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ അന്ന നടപ്പിലാക്കാം. കള്ള് പൗലോസിന്റെ കയ്യിൽ നിന്ന് തന്നെ കാശടിച്ചെടുക്കാം. അന്ന വീണാ പിന്നെ നീ മന്നൻ, ഇന്ത ഊருக்கு നീ രാജ. വാ, നമുക്ക് കെണി ഒരുക്കാം. ഓ, അതെ, താൻ പ്ലാൻ ചെയ്ത എല്ലാ പരിപാടികളും കുളമായിട്ടുണ്ട്. ഇനി ഇതെങ്കിലും എനിക്കൊന്ന് ഭംഗിയായിട്ട് ചെയ്തു തരണേ. നീ പോടാ അവിടെ. ചരട് വരിയിൽ ഞാൻ പണ്ടേ ഒരു ചാണക്യനാണ്. ഓഹോ, കൃത്യസമയത്ത് ഞാൻ പറഞ്ഞതുപോലെ നീ അങ്ങ് ചെയ്താൽ മതി. അയ്യോ, ഇതെന്തോന്ന് ചെടി? ചൊറിയണം, മാന്തിക്കോ. ശരിക്കും കിട്ടിയിട്ടോ? ഇതാരോ മനഃപൂർവ്വം ചെയ്തതാ. വെറുതെ ഡൗട്ടാണത്. എന്റെ മോൾക്കൊന്നും പറ്റില്ല. പിടിക്കാൻ പറഞ്ഞത് ഒരാൾ ആപത്തിപ്പെടുമ്പോ രക്ഷപ്പെടുത്താൻ ആരെങ്കിലും പറയണോ? എന്റെ ഹലോ, ഒരാളല്ലല്ലോ, ഒത്തിരി പേര് വീണില്ലേ? അവരാരും എന്താ രക്ഷപ്പെടുത്താത്തെന്താ? എല്ലാവരും കൂടി ഒരുമിച്ച് താങ്ങില്ല നീയ. മാത്രമല്ല, അന്ന എന്റെ പെണ്ണാണ്. എനിക്ക് അന്നയും അന്നയ്ക്ക് ഞാനും മാത്രമേ ഉള്ളൂ. 1000 അരയണങ്ങളുടെ കൂട്ടത്തിൽ അന്ന നിന്നാലും എന്റെ അന്നയെ ഞാൻ തിരിച്ചറിയും. അവളെ ഞാൻ രക്ഷിക്കും, അവളെ ഞാൻ സ്വന്തമാക്കും. വീട് ഫോർ ഈച്ച് അതർ അല്ല അന്ന? അയ്യോ, പ്രീതമിനെ താനെന്ന് വിളിക്കുന്നത് എന്തിനാ അന്ന? ഉള്ളിൽ സ്നേഹം വെച്ചോണ്ട് എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്? ദേ നോക്കിയേ, ഞങ്ങൾ ഒന്നായി അലിഞ്ഞു ചേരാൻ പോകുന്നവരാണ്. പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ്. നിങ്ങൾ കാണുന്നില്ല ഇയാള് കാണിക്കുന്ന കോപ്രായം? നോക്കി നിൽക്കും ആമ്പിളാരെന്ന് പറഞ്ഞ. ഇതാണ് അസൂയ. ഈ സുന്ദരിക്ക് ഈ സുന്ദരനെ പ്രേമിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷെ നോ ചാൻസ്. ഈ ചാൾസ് അന്നയ്ക്ക് മാത്രമുള്ളതാണ്. ഫോട്ടോ എടുത്തോളൂ. ക്യാൻറ്റീൻ കോൺട്രാക്ട് എടുക്കാൻ വന്നാൽ അത്രയ്ക്ക് ഷൈൻ ചെയ്യണ്ട. അതിന് ഞങ്ങൾ ഇവിടെ ഉണ്ട്. അതിന് അനിയൻ പോരാ. അവരോട് പറയാന്നെ നമ്മൾ ഒന്നാണെന്ന്. അന്ന പറയൂ, അന്നയ്ക്ക് ഇവനോട് സ്നേഹമുണ്ടോ? തുറന്ന് പറയൂ അന്ന. അടിക്കില്ല. അന്നയുടെ സ്നേഹം കിട്ടാൻ വേണ്ടി ഈ ചാൾസ് ജീവൻ പോലും കളയാൻ തയ്യാറാണ്. മഹാത്മാഗാന്ധിയാ? അല്ലടാ, പ്രേമകാന്തി. അന്നയുടെ പ്രേമം കിട്ടാൻ വേണ്ടി സ്വന്തം ജീവൻ പോലും ബലിയർപ്പിക്കാൻ തയ്യാറായി നിൽക്കുന്ന പ്രേമകാന്തി. പക്ഷെ അന്ന ഐ ലവ് യു ചാൾസ് ഒരു വാക്ക് പറഞ്ഞാൽ പിന്നെ നിന്റെ ഒന്ന് പൊടി പോലെ കൊളയിനകത്ത് ശോഭരാജ്, ഈ പ്രണയ സംഘടനത്തിൽ ഞാൻ മരിച്ചുപോയാൽ നീ എനിക്കൊരു പ്രണയ കുടീരം പണിയണം. ഷാജഹാൻ മുംതാസിന് വേണ്ടി താജ്മഹൽ പണിത പോലെ ഈ ചാൾസിന് വേണ്ടി നീ ഒരു അന്നാമഹൽ പണിയണം.
ഒന്ന് പറയേ പ്ലീസ്. ഞാൻ നോക്കിയേ, അന്ന മൗനമാണ്. മൗന സമ്മതം ഇനി കാണിച്ചു ആരാ? ചാൾസ്, ഇവരെന്നെ പൊക്കി. ഓടി വാടാ, ഇവരെന്നെ സ്പ്രേ ആക്കും. പൊടി പോലും കാണില്ല കണ്ടുപിടിക്കാൻ. അയ്യോ. വാട്ടുപൊട്ടി. എന്താ അവിടെ? എന്താ ചന്തയോ? ഞാൻ അപ്പോഴേ പറഞ്ഞ ക്യാൻറ്റീൻ ലീസിന് കൊടുക്കണ്ടെന്ന്. കാണാൻ നല്ല രസമുണ്ട് അല്ലേ അത്? രസമല്ല, മോര്. ഈശോയെ കഷ്ടപ്പെട്ടത് വെറുതെ ആവല്ലേ? അന്ന വെറുതെ ആയിപ്പോയി. ഇവിടെ ഉണ്ടാവും. ഇതായുടെ മുറിയല്ല. മാറിയോ? അതോ ഇരിക്കുന്നത്. നിലാവൂല. കൊള്ളാം, നല്ല പുള്ളിയാ. ആരും കാണാതെ ഹോട്ടലിന്റെ പുറകുവശത്തിരുന്ന് സ്കോച്ച് അടിക്കുകയാണല്ലേ. ചള്ള വേറെ. ഈ ഒടിഞ്ഞ നടുവായിട്ട് ഞങ്ങൾ ഹോട്ടൽ മുഴുവൻ തേടി അലഞ്ഞു. ആരാ? അയ്യോ, ചാൾസ് ശോഭരാജ്. അതാരാ? അയ്യോ, മറന്നുപോയി. കോൺട്രാക്ടേഴ്സ്. സാറിന്റെ മോളെ പ്രേമിക്കാൻ വേണ്ടി കോൺട്രാക്ട് എടുത്തില്ലേ ചാൾസ്? അയാളുടെ സ്റ്റെപ്പിനി ശോഭരാജ്. ഇപ്പൊ പഞ്ചറ. സോറി ഫോർ ബോയ്സ്. സോറി പറയരുത്. എന്തൊരു മാല. ദുബായ് നോയ്. സ്മോൾ അടിക്കുമ്പോൾ എല്ലാം ഞാൻ മറക്കും. അതിന്റെ ഒരു വീക്ക്നെസ്. മരുമോന്റെ അഭിനയം എങ്ങനെ ഉണ്ട്? പുരോഗമനമുണ്ടോ? പറഞ്ഞു കൊടുക്ക്. അതിന്റെ പുരോഗമനമാണ് ഈ കാണുന്നത്. ഈ മോഡൽ ഷർട്ട് കിട്ടി. മോഡൽ ഷർട്ടല്ല. രണ്ടുപേരും അനുരാഗ രക്തസാക്ഷികളാകേണ്ടതല്ല. പറയാനാ പിടിച്ചത്. കഷ്ടിച്ച് രക്ഷപ്പെട്ട്. കൺട്രി ബോയ്സ് ആകെ അവശരാണല്ലേ. ഈ വേദനിക്കുന്ന കോടീശ്വരൻ എന്ത് ചെയ്യണം? സ്കാനിങ്ങിനും എക്സ്റേ ഒക്കെ കൂടി 10,000 രൂപ ചെലവാവും. അടിയിൽ എന്റെ ഒരു കിഡ്നി തെറിച്ചുപോയി. തപ്പിട്ട് കിട്ടിയില്ല. അയ്യോ, അതിനെന്താവും? തരുന്ന കാശിനനുസരിച്ചുള്ള കിഡ്നി മേടിക്കാം. എന്റെയും ഒരു കിഡ്നി പോയോന്ന് സംശയം. തപ്പിയാ കിട്ടും. ഇല്ല. ഏതായാലും ഒരു 3-4 മേടിച്ചു വെച്ചോ, ആവശ്യം വരും. മരുമോനെ, നീ എന്റെ മോളെ കന്യാസ്ത്രീ പട്ടത്തിൽ നിന്ന് കല്യാണ പട്ടത്തിലേക്ക് ചാടിക്കണം. പിന്നെ കാശത്ര വേണമെങ്കിലും പൗലോസ് അച്ചാൻ തരും. കൊടുക്കരുത്. യൗമാരെ കൊണ്ടൊരു പുല്ല് നടക്കത്തില്ല. വയ്ക്കടാ കാശോടെ. നിങ്ങളെ രണ്ടിനും ഞാൻ ഇന്ന് ശരിയാക്കും. മരണം മുന്നിൽ കണ്ട് കാമദേവന്റെ യുദ്ധക്കളത്തിൽ നിന്നും ബാണമിട്ട പോലെ ഓടി വന്ന യോദ്ധാക്കളാണ് ഞങ്ങൾ. കളിക്കരുത്. തല്ലുകൊണ്ട് അവശരായി വന്നിരിക്കുന്നവരല്ലേ ഹെൻറിക്കുട്ടി. കൊണ്ടുപോട്ടെ. യൗമാരെ കുളിപ്പിച്ച് കൊച്ചിനെ ഇല്ലാതാക്കും. അനാവശ്യം പറയരുത്. എന്റെ മോക്ക് കൊച്ചന്റെ CID മോനെ. ഇയാള് ഫിറ്റ. ഇന്ന് രാവിലെ അടിയുണ്ടാക്കിയതിന്റെ ഫലം എന്താണെന്ന് അറിയാമോ? അതിന്റെ ഫലമായി ഈ കാണുന്നത്. കണ്ടോ ഈ പരിവം? കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്കറിയില്ല. രാവിലെ തല്ലുണ്ടാക്കിയ ഡ്രസ് പോലും മാറ്റാതെ യൗമാര് മുടന്നു പൗലോച്ചായനെ പറ്റിക്കുക. യൗമാരുടെ അടി കാരണം മഠത്തിലെ പെമ്പിള്ളാരുടെ പഠിത്തം പോലും നിർത്തി. ഇനി അന്നെ ഒന്ന് കാണാൻ പോലും പറ്റൂല. കർത്താവ്, മാനവും പോയി പണവും പോയാ. ഇല്ല, അച്ഛന്റെ കാശുകൊണ്ട് പ്രശ്നമേ ഇല്ല. ഈ അനുരാഗ കുരുക്ഷേത്ര യുദ്ധത്തിൽ ചാൾസ് എന്ന ഈ അർജുനൻ ഈ ശ്രീകൃഷ്ണനുണ്ടെങ്കിൽ വിജയിച്ചിരിക്കും. വിടതരൂ പിതാമഹ. ആയുഷ്മാൻ ഭവ. പേര് തെളിക്കൂ കൃഷ്ണ.
സംഭവമാണ് UK. ഇയാളുടെ കാര്യം പോക്ക ഇതെന്താ ഊട്ടിക്കുതിരെ? ആരാത്? അൽഫോൺസാമ്മ സിസ്റ്ററാ. എന്നെ തരുന്നേ? എന്റെ പേന ഇവിടെ കളഞ്ഞു പോയിന്നേ. അയ്യോ, ഞങ്ങൾ കൂടെ നോക്കാം. എവിടാ? അല്ലെങ്കിൽ വേണ്ട, ഞാൻ കൂടുതൽ വെളിച്ചെടുത്ത് പോയി തപ്പിക്കോളാം. അതിന് പേന പോയത് ഇവിടെ അല്ലേ സിസ്റ്ററെ? പക്ഷെ ഇവിടെ വെളിച്ചം കുറവാണല്ലോ. വെളിച്ചം കുറവാണെന്നോ? ഈ സിസ്റ്റർക്ക് എന്നെ വട്ടാണോ? ആയിരിക്കും. ഗുഡ് നൈറ്റ് സിസ്റ്റർ. വെരി ഗുഡ് നൈറ്റ്. എന്താ സിസ്റ്റർ മേലോട്ട് നോക്കി നിൽക്കുന്നത്? വാൽനക്ഷത്രം ഉണ്ടോന്ന് നോക്കിയതാ. ഈ സമയത്ത് വാൽനക്ഷത്രം കണ്ട സ്വർഗത്തിൽ പോകുന്ന റവറൻ ഫാദർ കണ്ടോണം പറഞ്ഞത്. അത് ഫാദർ ചിലപ്പോ വെറുതെ പറഞ്ഞായിരിക്കും. അയ്യോ, ഞാൻ എന്റെ സമയം വെറുതെ കളഞ്ഞതേ. ഗുഡ് നൈറ്റ് സിസ്റ്റർ. ഗുഡ് നൈറ്റ്. ഞങ്ങൾ വൈകുന്നേരം വെള്ളം ഒഴിച്ച സിസ്റ്റർ. അത് പിന്നെ എനിക്ക് അറിയില്ലേ. ഗുഡ് നൈറ്റ്. ഗോ ടു സ്ലീപ്. ഗോ ടു സ്ലീപ്. ഗുഡ് നൈറ്റ്. ഒരു തവണ ഗുഡ് നൈറ്റ് പറഞ്ഞല്ലേ, പോയി കിടന്നൂടെ. ഈ പിശാച് ഏത് റൂമിലാണാവോ? ആരാത്? ഞാനാ, അൽഫോൺസാമ്മ സിസ്റ്ററാ. ഞാൻ മേലെ ഇടാൻ പോവാണല്ലോ സിസ്റ്റർ. ഓ, അതിനെന്താ, ഞാൻ കൂടി വരാം. എനിക്കിതൊക്കെ സന്തോഷമുള്ള കാര്യങ്ങളാന്നേ. അയ്യോ സിസ്റ്റർ അവിടെ നിന്നാ മതി, ഞാൻ പുറത്തേക്ക് വരാം. എനിക്ക് അങ്ങനെയൊന്നും ഇല്ലാട്ടോ. എന്താ സിസ്റ്റർ കാര്യം? അത് ഞാൻ പലതവണ ആലോചിച്ചു. എങ്ങനെ പറയണ്ടേന്ന് എനിക്കറിയില്ല. എന്താന്ന് വെച്ചാ പറഞ്ഞോളൂ സിസ്റ്റർ. ഐ ലവ് യു അന്ന. സിസ്റ്റർ എന്താ പാപികളെ പോലെ സംസാരിക്കുന്നത്? ഞാൻ ലവിന് അഡിക്റ്റ് ആയി പോയി അന്ന. സിസ്റ്റർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കേൾക്കുമ്പോ എനിക്ക് പേടിയാവുന്നു. ഞാനുള്ളപ്പോൾ നീ എന്തിനാ എങ്ങനെ പേടിക്കുന്ന അന്ന? ഇവിടാണോ? എന്താ പറ്റിയത്? ഇവിടെയല്ല, ഇവിടെയാണോ? അവിടെയാ. എവിടെ? അന്നയുടെ റൂമിലാണെന്ന് തോന്നുന്നു. അന്ന, എന്ത് പറ്റി? ഒന്നുമില്ല, എന്തോ കണ്ട് പേടിച്ചു പോയതാ. എവിടെ? ഇല്ല, ഒന്നുമില്ല മത, സ്വപ്നാണെന്ന് തോന്നുന്നു. ശബ്ദം കേട്ട് എല്ലാരും പേടിച്ചു പോയി. ഇത് സ്വപ്നമൊന്നുമല്ല. തിരുവസ്ത്രം കിട്ടുന്നതിന് മുമ്പ് ദർശനങ്ങൾ ഇനി പലതും ഉണ്ടാകാം. എന്റെ ഈശോയെ, കള്ളമാരിൽ നിന്നും ദുഷ്ടമാരിൽ നിന്നും എന്റെ ഈ കുഞ്ഞാടിനെ നീ കാത്തോണമേ. കർത്താവിനെ മനസ്സിൽ ധ്യാനിച്ച് സമാധാനമായിട്ട് കിടന്നോളൂ. ഗുഡ് നൈറ്റ് അന്ന. ഗുഡ് നൈറ്റ്. അവര് പറഞ്ഞത് കേട്ടല്ലോ. ഭർത്താവിനെ മനസ്സിൽ ധ്യാനിച്ച് സമാധാനമായിട്ട് കിടന്നോളാൻ. ഭർത്താവെന്നല്ല, കർത്താവെന്നാ പറഞ്ഞത്. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, അന്നയ്ക്ക് എന്നെ ഇഷ്ടമാണെന്ന്. അതുകൊണ്ടല്ലേ യൂദാസിനെ പോലെ എന്നെ ഒറ്റക്കൊടുക്കാഞ്ഞത്? ഇഷ്ടമായിട്ടൊന്നുമല്ല. ഒരു പുരുഷൻ എന്റെ മുറിയിൽ കണ്ടാൽ എനിക്കുണ്ടാകുന്ന ചീത്തപ്പേരിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അന്ന് ഞാൻ ഈ മടത്തിന്ന് പുറത്താവും. അത് പേടിച്ചാ കാട്ടിക്കൊടുക്കാഞ്ഞത്. അതൊന്നുമല്ല, എനിക്കറിയാം നീ എങ്ങനെ ചെയ്യില്ലെന്ന്. എന്റെ പൊന്നന്ന, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഞാൻ നിങ്ങളുടെ അന്നയല്ല, മഠത്തിൽ പഠിക്കുന്ന കുട്ടിയാണ്. എന്നെ സിസ്റ്റർ എന്ന് വിളിച്ചാ മതി. എങ്കിൽ എന്റെ പൊന്ന് സിസ്റ്ററെ ഞാൻ മദറാക്കും. അതെ, എന്റെ കുഞ്ഞുങ്ങളുടെ മദർ. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. ഐ ലവ് യു സോ മച്ച്, സോ മച്ച്. മാർഗരറ്റ് സിസ്റ്റർ ആണോ? മാർഗരറ്റ് മാർക്കറ്റിൽ പോയിരിക്കാ. ഞാൻ അൽഫോൺസ്. സിസ്റ്ററിന്റെ പേര് ഇതുവരെ കിട്ടിയില്ല. കിട്ടിയെങ്കിൽ ഞാൻ അവിടെ നടക്കോ? ഇതെന്താ സിസ്റ്ററിന്റെ ശബ്ദത്തിനൊരു മാറ്റം? അയ്യോ, ഭയങ്കര ലവബിൾ വോയിസ് അല്ലേ. ഒന്ന് നിന്നെ നോക്കട്ടെ. വേണ്ട. കർത്താവിന്റെ അത്ഭുത പ്രവൃത്തിയാ. Praise the Lord, praise the Lord.
എന്റെ ഈശോയെ ഈ കഷ്ടപ്പാടിനൊക്കെ ബലം ഉണ്ടാക്കി തരണേ.